ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ല, നമുക്ക് ഫിഷ് അവൈലബിൾ അല്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷ് ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മുരിങ്ങയ്ക്ക. ഇപ്പോൾ 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ മുരിങ്ങയ്ക്കയാണ്. ഒരു തക്കാളി, പിന്നെ ഒരു മുറി തേങ്ങയുടെ പകുതി തുരിയെടുത്തത്, പിന്നെ ഒരു ഉരുള പുളി, വാളംപുളിയാണ്, പിന്നെ ഒരു 2 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഉലുവ പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിൻ്റെ എല്ലാം അളവ് തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ജാറായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ തുരിയത് ഇട്ട് കൊടുക്കാം. ഇതൊരു അരമുറി തേങ്ങയുണ്ട്, അതായത് ഒരു മുറിയുടെ പകുതി തേങ്ങ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്. ഈ കൂട്ടിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അതിലൊന്ന് ആ പുളി വെള്ളം കൂടെ ഒഴിച്ചാണ് നമ്മളിത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ മുരിങ്ങയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് കീറിയിട്ടിട്ടുണ്ട്. പുറമെല്ലാം വൃത്തിയാക്കി ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടുന്നു. ഇപ്പോൾ തക്കാളിയും ഇതിൽ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് ഇതുപോലെ 2ആയിട്ട് കീറി ഇതിലോട്ടിട്ട് കൊടുക്കും. ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകാം. അപ്പോൾ നമ്മൾ വേവിക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് തിളപ്പിച്ചെടുക്കാൻ പോകാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ മീനില്ലാത്ത മീൻകറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഈ ഒരു ടൈമിൽ, അതായത് നമുക്കിപ്പോൾ ഫിഷ് അവൈലബിൾ അല്ല, എന്നാൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് ചോറിനോടൊപ്പം മീൻ കറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് മീൻ കഴിക്കാനായിട്ട് ഈ ഒരു കറി കൊണ്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.